Welcome guys, welcome to macroeconomics second chapter, national income accounting. We are on to the 9th session of this chapter, which will be the last session. So the earlier sessions we discussed about what? We discussed about final good, intermediate good, and we discussed about the circular flow, 3 methods to calculate. Then we discussed about what? Factor price, cost price, and then we also discussed about what? Nominal and real GDP and GDP deflator and consumer price index, and the comparison between GDP deflator and what? Consumer price index in this last session. So in this session we'll move on and discuss about what? GDP and welfare. How GDP is related to welfare and how much a measure of GDP, how much of a measure is GDP about welfare. So we are asking a question that GDP is a measure of what? We have started discussion in this chapter like asking the question what makes a country richer and what makes a country poorer. എന്താണ് ഒരു രാജ്യത്തെ സമ്പന്നമാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ദരിദ്രരാക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയത്. So we have found out, and by discussing we have found out what GDP domestic production process ആണ് ആ രാജ്യത്തെ സമ്പന്നമാക്കുന്നത്, എത്രത്തോളം പ്രൊഡക്ഷൻ ഉണ്ട് എന്നതാണ് ആ രാജ്യത്തെ സമ്പന്നമാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞ് ആ ഡിസ്കഷനിൽ നമ്മളിങ്ങനെ എത്തി. So we all know that GDP is a measure of prosperity. If there is a high GDP growth in a country, means that a country is growing fast. GDP കൂടുതലുള്ള കൺട്രീസ് GDP കുറവുള്ള കൺട്രീസിനെക്കാളും സമ്പന്നമാണ് എന്നൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തി. കാരണം GDP is the aggregate value of goods and services produced in an economy. So we have come to a conclusion that high GDP implies that high growth, and കൂടിയ GDP ആണ് എപ്പോഴും പ്രിഫർ ആയിട്ടുള്ളതാണ്. So this GDP, how uniform this GDP is എന്നുള്ള GDP എത്രത്തോളം വെൽഫെയർ എന്ന് വെച്ചാൽ ഉന്നമനം, എല്ലാവരുടെയും ഒരേ തരത്തിലുള്ള ഒരു ഉന്നമനത്തെയും ഈ GDP റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിക്കുന്നത്. സോ GDP ആൻഡ് വെൽഫെയർ. Say we have said that what GDP is aggregate amount of goods and services produced in an economy. നമ്മളൊരു 3 മെത്തേഡ് വഴി GDP കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. സോ സേ നമ്മൾ ഈ വെൽഫെയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉന്നമനം, GDP കൂടുമ്പോൾ എല്ലാവരുടെയും ഉന്നമനം അല്ലെങ്കിൽ രാജ്യത്തെ മൊത്തം ആളുകൾക്ക് മെച്ചം ഉണ്ടാവുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഹൗ യൂണിഫോം ഇസ് GDP എന്നുള്ളതാണ്. ഒരു കൺട്രിയിൽ GDP ഗ്രോത്ത് ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ആ കൺട്രിയിലെ എല്ലാവരുടെയും ഇൻകം കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കൂടുതൽ ഇൻകം കൂടുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. സോ സേ ഈ ക്വസ്റ്റ്യൻ്റെ ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ ക്ലിയർലി മനസ്സിലാവും. ഒരു ഇയറിൽ 2019 100 ആളുകളാണ് ഒരു എക്കണോമിയിലുള്ളത്. 100 people are there in an economy, and they all receive what? 10 rupees as income. So income method പ്രകാരം എന്താണ് ടോട്ടൽ ഇൻകം, എന്താണ് വേജ് ആയിട്ട് ലേബർ ആയിട്ട്. അപ്പോൾ ഇൻകം മെത്തേഡ് പ്രകാരം 1000 ആണ് എന്ത് GDP. ഇൻകം മെത്തേഡ് എല്ലാവരുടെയും അഗ്രിഗേറ്റ് ഇൻകം ആണല്ലോ ഇൻകം മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻകം മെത്തേഡ് പ്രകാരം എല്ലാവരുടെയും അഗ്രിഗേറ്റ് ഇൻകം ആണ് GDP. സോ നമ്മുടെ GDP 1000 ആണ്. ഇനി 2020 ആയപ്പോൾ ഈ 90 ആളുടെ ഇൻകം 9 രൂപയായിട്ട് കുറഞ്ഞു. 9 രൂപയായിട്ട് 90 ആളുടെ ഇൻകം കുറഞ്ഞു. നേരെ മറിച്ച് അതോടൊപ്പം 100 ആളാണ് ഉള്ളത് നമ്മുടെ എക്കണോമിയിൽ. 100 ആളാണുള്ളത്. 2020 ആയപ്പോൾ 90 ആളുകൾക്ക് 9 രൂപ ഇൻകം, 10 ആളുകൾക്ക് 20 രൂപ ഇൻകം. 90 ആളുകൾക്ക് 9 രൂപ ഇൻകം. 90 × 9 പ്ലസ് 10 × 20 എത്രയാ? 9 × 9 is 81. So 810 plus 200. The answer is 1010. So what's happening to our GDP? Our GDP has increased
say, right? GDP was 1000 and now the current GDP has increased to 10. So there is an increase of GDP. പക്ഷെ എന്താ അവിടെ സംഭവിച്ചത്? 90% ആളുകൾക്ക്, ഒരു എക്കണോമിയിലെ 90% ആളുകൾക്ക് 10% ഇൻകം പ്രൊഡ്യൂസ് ചെയ്യുക ചെയ്തത്. See, 90% of people has what? decreased their income. അവർക്ക് ഇൻകം കുറഞ്ഞു. പക്ഷെങ്കിൽ മൊത്തത്തിൽ GDP എന്തായി? ഇവിടെ കൂടുകയാണ് ചെയ്തത്. സോ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് നാട്ടിലെ നമ്മൾ ഈ അംബാനിനെ പറ്റിയെല്ലാം പറയും പോലെ ഈ അംബാനിൻ്റെ അടുത്താണ് കൂടുതൽ ഇൻകം എങ്കിൽ സാധാരണക്കാരന് ഒന്നും കിട്ടുന്നില്ല എങ്കിലും രാജ്യത്തിൻ്റെ GDP എന്താവും? വലുതാവും. ഒരു വെൽത്തിയർ പീപ്പിളിൻ്റെ അടുത്ത് നമ്മളെ ഇൻകം കൂടുതലുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെ GDP എന്താവും? വലുതാവും. പക്ഷെങ്കിൽ ആ GDP എന്താവണമെന്നില്ല, എത്രത്തോളം യൂണിഫോമാണ്, എത്രത്തോളം ആളുകളിലേക്ക് ആ GDP എത്തിച്ചേരുന്നുണ്ട്, ആ GDP ഗ്രോത്ത്. ഇവിടെ GDP ഗ്രോത്ത് ആണ് ഉണ്ടായത് അല്ലേ? GDP ഗ്രോത്ത് ആണ് ഉണ്ടായത്. 1000-1010 നമ്മൾ GDP ഗ്രോ ചെയ്തു. ബട്ട് 90% ആളുകൾക്കും ഈ 2019-2020 എത്തിയപ്പോൾ ഇൻകം കുറയാണ് ചെയ്തത്. ഇപ്പം 90% of people has faced a decrease in income, and whereas the GDP has increased. So the increase in GDP doesn't imply that an increase in income to everyone. എല്ലാവർക്കും ഒരേപോലെ ഉന്നമനം ഉണ്ടായി എന്നല്ല എന്താണ് ഇൻക്രീസ് ഇൻ GDPൻ്റെ ഇൻക്രീസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ആളുകൾക്ക് എന്താണ് 90% ആളുകൾക്ക് എന്തായി? ഇൻകം കുറയുകയാണ് ചെയ്തത്. സോ GDP is not uniform always. It's not uniform. എപ്പോഴും എല്ലാവർക്കും GDP ഇൻക്രീസിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല. ഒരു കുറേ വെൽത്തിയർ പീപ്പിളിൻ്റെ ആളുകൾക്ക് ഇൻകം ഒരുപാട് കൂടിയാലും GDPയിൽ എന്ത് വരും? വ്യത്യാസം വരും. ആൻഡ് ദാറ്റ് ഡിഫറൻസ് വിൽ ഓൾസോ ആ ഡിഫറൻസ് ഒരു പൈസക്കാരുടെ പൈസ ഡബിൾ ആകുമ്പോൾ ഒരു 10% ആളുകളുടെ പൈസ ഡബിൾ ആയാൽ പോലും ഈ 90% ആളുകളുടെ പൈസ സെയിം ആയിരുന്നാൽ പോലും GDPയിൽ വലിയ ഗ്രോത്ത് കാണിക്കും. ഇഫ് ദാറ്റ് അതായത് സമ്പന്നമായ ഈ സമ്പത്തുള്ള ആളുകളെടുത്ത് പൈസ വല്ലാതെ കൂടുമ്പോഴും GDPയിൽ എന്ത് കാണിക്കും? ഗ്രോത്ത് കാണിക്കും. സോ അതെന്താകണമെന്നില്ല, നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ സെക്ഷനിലേക്കും ആ ഇൻക്രീസ് ഇൻ GDPൻ്റെ എഫക്റ്റ് എന്തില്ല? എത്തണം എന്നില്ല. സോ ദാറ്റ്സ് എ GDP growth when necessary. GDP growth will always necessarily be what? Uniform. So we have said that what GDP എപ്പോഴും ഒരു കറക്റ്റ് മെഷർ അല്ല. GDP വെൽഫെയറിനെ എപ്പോഴും കറക്റ്റായിട്ട് കാണിക്കണം എന്നില്ല എന്ന് നമ്മൾ പറഞ്ഞു. സോ രണ്ടാമത്തെ ഒരു റീസൺ, നമ്മൾ ആദ്യത്തെ റീസൺ പറഞ്ഞത് GDP യൂണിഫോം അല്ല എന്നുള്ളതാണ്. രണ്ടാമത് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസിനെ GDP എന്താക്കുന്നില്ല, കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് ദിസ് നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ്? മോണിറ്ററി എന്ന് പറയുമ്പോൾ പൈസ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ പൈസയുടെ വാല്യൂ, അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പൈസക്കല്ല കിട്ടുക, ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യും. നമ്മളിപ്പോൾ ഒരു വണ്ടി കൊടുത്തിട്ട് വേറൊരു വണ്ടി വാങ്ങുകയാണ്. നമ്മൾ അത് വേറെ എന്തില്ല അവിടെ പൈസയൊന്നും ഇടപെടുക, നമ്മൾ അല്ലെങ്കിൽ ഒരു സ്ഥലം കൊടുത്തിട്ട് വേറൊരു സ്ഥലം വാങ്ങുന്നു. അപ്പോൾ അവിടെയും എന്തില്ല, പൈസയുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. സോ അതുപോലെ തന്നെ ഈ ഒരു നോൺ മോണിറ്ററി ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് ഉണ്ട് എക്കണോമിയിൽ നടക്കുന്ന. സോ വി കനോട്ട് ഇമാജിൻ ദാറ്റ് വാട്ട് rural areas of India will be experiencing what lot of non-monetary exchanges. അപ്പോൾ അതായത് നമുക്ക് എല്ലാ സമയത്തും പൈസയുടെ ഒരു എമൗണ്ടിൽ ഇത്ര ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, ആ ഗുഡ്സിന് ഇത്ര വാല്യൂ ഉണ്ട്, ആ വാല്യൂ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ചില സമയമൊന്നുമില്ല, ഒരു ബാർട്ടർ സിസ്റ്റം എന്നല്ല നിങ്ങൾ കേട്ടില്ല. സോ ബാർട്ടർ സിസ്റ്റം മീൻസ് വാട്ട്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, റൈറ്റ്? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. സോ അങ്ങനെ നമുക്ക് ചിലപ്പോൾ അത് ലേബർ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പൈസയുടെ ഒരു കണക്ക് വരുന്നില്ല. ദ മോണിറ്ററി വാല്യൂ, ഇന്ത്യയുടെ ആ ഒരു മോണിറ്ററി, ഈ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പൈസ ഇല്ലാത്ത, പൈസ ഇൻക്ലൂഡ് ചെയ്യാത്ത എക്സ്ചേഞ്ചസ് ഒരുപാട് എക്കണോമിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എന്താകുന്നില്ല ഈ GDPയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കാരണം GDP എന്താ? അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ്ഡ് ആണ്. സോ ഈ ഇന്ത്യയുടെ റൂറൽ ഏരിയാസിൽ ഒരുപാട് ഇങ്ങനെ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് നടക്കുന്നുണ്ട്. സോ ഈ എക്സ്ചേഞ്ചസ്, ഈ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസും കൂടെ നമ്മൾ GDPയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ GDP എന്താവും? GDP ചിലപ്പോൾ ഇൻക്രീസ് ചെയ്യും.
അല്ല ഇങ്ങനത്തെ ഈ ബാർട്ടർ സിസ്റ്റം വഴിയും റൂറൽ ഏരിയാസിൽ വഴിയെല്ലാം നടക്കുന്ന ഈ എക്സ്ചേഞ്ചസിനെ നമ്മൾ ജി ഡി പിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ജി ഡി പി എന്താവും ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ പറയുന്ന ജി ഡി പിയുടെ വാല്യൂ ചിലപ്പം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാവാം. കാരണം എന്താ, റൂറൽ ഏരിയാസിൽ നടക്കുന്ന ഇതുപോലെയുള്ള ബാർട്ടർ സിസ്റ്റം പോലെയുള്ള സംഗതികൾ എന്താവുന്നില്ല, ഈ ജി ഡി പിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നത് എന്താണ്, ജി ഡി പിയുടെ ഒരു ഷോർട്ട് കമ്മിങ് ആണ്. സോ അതുകൊണ്ട് തന്നെ ജി ഡി പി കംപ്ലീറ്റ്ലി വെൽഫെയറിനെ കുറിച്ച് പറയുന്ന കംപ്ലീറ്റ്ലി വെൽഫെയറിനെ കുറിച്ചും ജനങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ചും എല്ലാം പറയുന്ന ഒരു ഇതാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഈ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചിൽ നമ്മുടെ ഹോം മേക്കേഴ്സ്, അതായത് വീട്ടിലുള്ള ആളുകൾ, വീട്ടിലുള്ള നമ്മളെ അമ്മമാരെല്ലാം ചെയ്യുന്ന ജോലികളൊന്നും ഈ ജി ഡി പിയിൽ ഇൻക്ലൂഡഡ് അല്ല. ബിക്കോസ് അവർ ചെയ്യുന്ന സർവീസും ഗുഡ്സ് എന്താണ്, ഇൻവാല്യുബിൾ ആണ്, അത്രയും വിലപിടിപ്പുള്ള സർവീസാണ് അവർ ചെയ്യുന്നത്. ബട്ട് അതൊന്നും എന്തില്ല, ഈ ഹോം മേക്കേഴ്സിൻ്റെ ഈ ജോലികളെല്ലാം ഉണ്ടല്ലോ, അതൊന്നും ജി ഡി പിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നില്ല. ജി ഡി പി അതൊന്നും എന്താക്കുന്നില്ല, നോട്ട് കൺസിഡറിങ്. ഈ വീട്ടിലുള്ള ആളുകൾ ചെയ്യുന്ന വീട്ടുജോലികൾ അതൊന്നും ജി ഡി പിയിൽ എന്താക്കുന്നില്ല, ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ അതിനും എന്തുണ്ട്, ഇന്യൂമറസ് ആയിട്ടുള്ള വാല്യൂ ഉണ്ട്. മേ ബി ബിക്കോസ് അതിന് എന്താണ്, ആ ഒരു ജോലി, ആ ചെയ്യുന്ന ജോലി വേറെ ആൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് എത്രയോ പേ ചെയ്യേണ്ടി വരും. സോ ഇൻ ദാറ്റ് സെൻസ് എന്താണ്, അവർ ഹോം മേക്കേഴ്സ് ചെയ്യുന്ന ജോലിക്കും എന്തുണ്ട്, വാല്യൂ ഉണ്ട്. ആ വാല്യൂ ഒന്നും എന്താവുന്നില്ല, ഈ ജി ഡി പിയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ ജി ഡി പിയുടെ ഒരു ഷോർട്ട് കമ്മിങ് ആണ് എന്ത്, വെൽഫെയറിനെ കുറിച്ച് മുഴുവനായിട്ട് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഷോർട്ട് കമ്മിങ് എന്താണെന്ന് വെച്ചാൽ, ഈ ജി ഡി പി ഈ നോൺ മോണിറ്ററി എക്സ്ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ വെൽഫെയറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ചാൻസ് എന്തുണ്ട്, ജി ഡി പിയിൽ കൂടുതലുണ്ട്. അനദർ ആസ്പെക്ട് വിത്ത് ജി ഡി പി ഡസൻറ്റ് ഇൻകോപ്പറേറ്റ് ഈസ് വാട്ട്, externalities. What do you mean by externalities? It's an interesting term in economics. ഒരു externality എന്ന് പറയുമ്പോൾ there can be two types of externality. എന്താണ്, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആൻഡ് പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഈ എക്സ്റ്റേണാലിറ്റിക്ക് നമ്മൾ എന്താവുന്നില്ല, വി ആർ നോട്ട് പേയിങ് ഫോർ ഇറ്റ്. വി ആർ നോട്ട് പേയിങ് ഫോർ ഇറ്റ്. നമ്മൾ അതിനു വേണ്ടി നമ്മൾ പേ ചെയ്യുന്നില്ല. നമുക്കത് എന്താണ്, നമ്മൾ പേ ചെയ്യാതെ നമ്മളിലേക്ക് വരികയാണ്. സോ അതായത് നമ്മളെ അടുത്ത സുഹൃത്ത്, നമ്മളെ അടുത്തുള്ള ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മളെ ബസ്സിൻ്റെ ഒരു യാത്ര ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്ന ഒരാൾ മൊബൈലിൽ ഒരു പാട്ട് വെക്കുന്നു. ആ പാട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ ആ പാട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുന്നത് ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. അപ്പോൾ എക്സ്റ്റേണാലിറ്റി എന്ന് പറയുമ്പോൾ വേറൊരാൾ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതല്ല, നമ്മൾ വേറൊരാൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നൊരു സംഗതിയാണ്. അത് ആ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് പുറത്തുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ആ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ പേ ചെയ്യുന്നില്ല. നമ്മൾ ആ നല്ല മ്യൂസിക് എന്താവുകയാണ്, നമ്മളടുത്തുള്ള ആൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ മ്യൂസിക് ഇഷ്ടപ്പെടുന്നു, നമ്മളത് എൻജോയ് ചെയ്യുന്നു. സോ അതെന്താണ്, പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. നേരെ മറിച്ച് ഒരു നോയ്സി ആയിട്ടുള്ള ഒരു മ്യൂസിക് എന്താണ്, നമുക്ക് തീരെ സുഖം തരാത്ത, ഒട്ടും ആനന്ദമില്ലാത്ത ഒരു ബാഡ് മ്യൂസിക്കാണ് ഒരാൾ പ്ലേ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. as I said, externality can be divided into positive and negative. Positive externality and negative externality. So what is a good music? Good music is what? Positive externality. So ഇതിനെങ്ങനെയാണ് ജി ഡി പി ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എക്സ്റ്റേണാലിറ്റീനെ കുറിച്ചിട്ട് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവുക എന്താണ്, അത് കിട്ടാൻ വേണ്ടി നമ്മളൊന്നും പേ ചെയ്യുന്നില്ല. അത് നമ്മൾ വാങ്ങുന്നൊരു ഗുഡല്ല, നമ്മളത് ആവശ്യപ്പെടുന്നുമില്ല. ബട്ട് നമ്മൾ ആവശ്യപ്പെടാതെ നമുക്ക് ഫ്രീ ആയിട്ട് എന്താണ് ആ ഗുഡ് കിട്ടുക. ചിലപ്പോൾ ആ സംഗതി ചിലപ്പോൾ നമുക്ക് ഹാം ആയിരിക്കാം, ചിലപ്പോൾ നമുക്ക് എന്താവാം ഗുഡായിരിക്കാം. സോ ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ us, what? It's called positive externality. If the action done by others is bad for us, then it is known as what? Negative externality. So in GDP-ൽ നമ്മൾ പറയാണ് ഒരു റിഫൈനറി ഉണ്ട്. ഒരു റിഫൈനറി ഓയിൽ റിഫൈനറിയാണ്. ഓയിൽ റിഫൈനറി എന്തുണ്ട്,
റിഫൈനറി ഉണ്ട്, അവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ വേസ്റ്റ്, ആ വേസ്റ്റ് റിവറിലേക്ക് തള്ളുകയാണ് ഇവർ, ഡംപിങ് ഇൻ റിവർ. ദേ ആർ ഡംപിങ് ദ വേസ്റ്റ് ഇൻ റിവർ. അപ്പോൾ ഈ റിവറിലേക്ക് ഇവന്മാർ ഈ വേസ്റ്റ് തള്ളുന്നത് കൊണ്ട് എന്താക്കാൻ പറ്റുന്നില്ല, ഫിഷർമാന് കാൺ catch ഫിഷ്. കാരണം എന്താ, മീന് നശിച്ചു പോവാണ്. ബിക്കോസ് ഫിഷസ് ആർ ഡെഡ് ബിക്കോസ് ഓഫ് പൊല്യൂഷൻ. അതായത് ഒരു റിഫൈനറി, ഓയിൽ റിഫൈനറി, അപ്പോൾ നമ്മൾ എന്താണ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ വേസ്റ്റ് റിവറിലേക്ക് തള്ളുന്നു. അപ്പോൾ എന്താണ് അവിടെ ഫിഷെല്ലാം എന്താണ് ഡെഡായി പോവാണ്. അപ്പോൾ ഫിഷർമാന് ഫിഷ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്, അതെന്ത് എക്സ്റ്റേണാലിറ്റിയാ, നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി അല്ലേ ആരുടെ മേത്ത്, ഈ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ് ആർക്ക്, ഫിഷർമാന് ഇതെന്താണ് ഒരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. ഈ ഡംപിങ് റിവറിലേക്ക് ഡംപ് ചെയ്യുന്നത് ഫിഷർമാൻ ആവശ്യപ്പെടുന്നില്ല, ഇതിലേക്ക് ഡംപ് ചെയ്യാൻ വേണ്ടി ഫിഷർമാൻ പേ ചെയ്യുന്നില്ല. നമ്മൾ പേ ചെയ്യാതെ ഫിഷർമാന് കിട്ടുന്ന ഒരു എന്താണ് ഉപകാരമാണ് ഈ റിഫൈനറിന് എടുക്കുന്നത്, ഉപകാരം ഉപദ്രവോ, എന്താ ഡംപിങ് ഇൻ റിവർ, ഈ റിവറിൽ ഡംപ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഫിഷർമാന് എന്തായാലും മീൻ കിട്ടുന്നില്ല, മീൻ കിട്ടാത്തത് കൊണ്ട് അയാൾക്ക് എന്തില്ല വരുമാനം കുറഞ്ഞു പോയി. സോ പക്ഷേ GDPയുടെ കേസിൽ നമ്മൾ നോക്കുക, ഇനി ഈ GDP എന്തേ നോക്കുന്നുള്ളൂ, ഈ ഗുഡ്സ് എത്രത്തോളം, ഈ ഓയിൽ റിഫൈനറി 100 ഗുഡ് പ്രൊഡ്യൂസ് ചെയ്താൽ അത്ര 10 രൂപ ഉണ്ടെങ്കിൽ 10,000ന്റെ വാല്യൂ അഡിഷൻ GDPയിൽ ഉണ്ടായി. ഇവരിനി 1000 ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ 1,00,000ന്റെ GDP അഡിഷൻ എന്തുണ്ടായി, നമ്മളെ GDP കാൽക്കുലേഷനിൽ ഉണ്ടായി. സോ ദേ ആർ ഓൺലി കാൽക്കുലേറ്റിംഗ് ഇൻ ദ ഈ ടേംസിൽ മാത്രമേ അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഈ GDP ഈ റിഫൈനറി കാരണം, ഈ റിഫൈനറി 100ൽ നിന്ന് 1000 ആകുമ്പോൾ അത്രയും മീൻ ഇവിടെ ചത്തുപോവാണ്. ആ ചത്തുപോകുന്ന മീനിന്റെ കണക്ക് എന്താക്കുന്നില്ല, GDP ഈസ് നോട്ട് ഇൻകോപ്പറേറ്റിംഗ്. അപ്പോൾ ആ ഒരു സംഗതികളുണ്ടല്ലോ, അതായത് ഈ GDP ഈ ഓയിൽ റിഫൈനറി എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ആ ഓയിൽ റിഫൈനറി കാരണം ആർക്കെല്ലാം ഉപകാരം ഉണ്ടായി, ആർക്കെല്ലാം ഉപദ്രവം ഉണ്ടായി എന്നുള്ളത് എന്താക്കുന്നില്ല, GDP കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം നേരെ മറിച്ച് തന്നെ നമ്മൾ അടുത്ത് തന്നെ ഒരു ചിക്കൻ ഷോപ്പ് വന്നു. ആ ചിക്കൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ചിക്കൻ നാട്ടിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ചിക്കൻ വാങ്ങി വരുന്നു. അപ്പോൾ ആ ചിക്കൻ ഷോപ്പിന്റെ അടുത്ത് വീടുള്ള ഒരാൾക്ക് എന്താക്കണം, ബസ്സിൽ ദൂരെ ട്രാവൽ ചെയ്യുന്ന പെട്രോള് അല്ലെങ്കിൽ ദൂരെ ട്രാവൽ ചെയ്യുന്ന എന്താണ് ഈ ബസ് ഫെയർ എന്തോ ആയിക്കോട്ടെ, ആ ഒരു ട്രാവൽ കോസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ അടുത്ത് തന്നെ ഒരു ഷോപ്പ് വരുമ്പോൾ നമ്മളൊരു ട്രാവൽ കോസ്റ്റ് സെയിം എമൗണ്ട് ആണ്. അപ്പോൾ ആ ട്രാവൽ കോസ്റ്റ് എന്താകുന്നില്ല, അവിടെ GDPയിലേക്ക് ട്രാവൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന മെച്ചം അതെന്താണ്, അടുത്ത് തന്നെ ഒരു ഷോപ്പ് വരുമ്പോൾ നമ്മളെ യാത്രാ ചെലവ് കുറഞ്ഞു, അത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ്. സോ എന്താണ്, ആ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്താകുന്നില്ല, യാത്രാ ചെലവിൽ ഇയാൾക്ക് മെച്ചം ഉണ്ടായി എന്നുള്ളത് GDPയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നില്ല. സോ GDP ഈസ് നോട്ട് ഇൻകോപ്പറേറ്റിംഗ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ഓർ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി. ഈ റിഫൈനറി ചെയ്യുന്ന ഉപദ്രവം പോലെ വേറെ കുറച്ച് ഫാക്ടറി കൊണ്ട് വേറെ കുറെ ആളുകൾക്ക് എന്താകും, അവർ പേ ചെയ്യാതെ കുറെ ഉപകാരങ്ങളും കിട്ടുന്നുണ്ടാവും. സോ ആ ഉപകാരങ്ങളൊന്നും എന്തില്ല, GDPയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ വി ഹാവ് സെഡ് ദാറ്റ് വാട്ട് GDP is not an ultimate measure of welfare. വെൽഫെയറിനെ എത്രത്തോളം കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യുന്നു എന്നുള്ളതിനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ വി സെഡ് ദാറ്റ് ഇറ്റ് ഫോർ ഒരു 3 കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത് ഒരു വെൽഫെയറിനെ എത്രത്തോളം കറക്റ്റായിട്ട് മെഷർ ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഒന്ന്, ഇതിൻ്റെ യൂണിഫോമിറ്റിയുടെ ഇഷ്യൂ ആണ്. നമ്മൾ പറഞ്ഞു 90% ആളുകൾക്കും there has been a reduction in income, then also the GDP has rise. So we cannot say that GDP is a uniform measure. Then we talked about what in non-monetary exchanges is not being included in GDP. Then what, the externalities also not incorporated in GDP calculation. So guys, let's do a problem. So what the economy has only 2 producing units, A and B, and the sale by firm A is 10,000, sale by firm B is 20,000. Change in stock of firm B is 20,000, change in stock of firm A is 500. The purchases of raw material by firm A is 5,000, purchase of raw material by firm B is 6,000. So consumption of fixed capital.
by firm A and B is 1800. What is consumption of fixed capital? That is depreciation, right? Fixed capital in the consumption. That is machines in the consumption. That is depreciation. So the question asked is gross value added by A to gross value added by B and calculate GDP at market price. We have given that only two firms in economy. Economy lage rendu firm ayirunnu. So GDP ku namakku moonnola equations undu. And C plus I plus G undu, W plus P adundu, pinne summation of gross value added undu. Adana endu product method il namakku kinna. Appo ivide namakku illa sangathi gross value added inde equation endayirunnu? Gross value added inde equation endana? So നമ്മൾ ഓരോ ഇതും ആഡ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? ഒന്ന് സെയിൽസ് ബൈ ഫേം പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. You guys are getting it, right? Sales by firm ന്റെ gross value added എന്ന് വെച്ചാൽ എന്താ? Gross value added എന്ന് പറയുമ്പോൾ നമുക്ക് gross value added എന്താണ്? Production മൈനസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സിന്റെ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി, അതിൽ ഇന്റർമീഡിയറ്റ് ഗുഡിന്റെ ഇത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ എത്ര പ്രൊഡക്ഷൻ നമ്മൾ ആ 1000-800 എക്സാമ്പിൾ ഉണ്ടല്ലോ, 1000 ഗുഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് 1000 വിറ്റ് പോയാൽ ഓക്കെ 1000 മൈനസ് വാല്യൂ ഓഫ് ഇൻവെന്ററീസ് ഉണ്ട്. പക്ഷേ നമുക്കത് 800 വിറ്റ് പോയുള്ളൂ, 200 ബാക്കിയാണ്. അത് ഇൻവെന്ററി ആണ്, ഇത് സെയിൽസ് ആണ്. അപ്പോൾ പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് പ്ലസ് ഇൻവെന്ററീസ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡ് എന്താണ്? സെയിൽസ് ബൈ ദ ഫേം plus change in inventories minus value of intermediate goods used. So gross value added by A എന്തായിരിക്കും? Gross value added by A എന്തായിരിക്കും? So sale by the firm is 10,000. Okay, sales നമ്മൾ include ചെയ്യണം 10,000 plus ഈ ഇത് കണ്ടില്ലേ, ചേഞ്ച് ഇൻ സ്റ്റോക്ക് ഫോം ഓഫ് ഫേം എ, ഇതാണ് എന്ത്? ഇൻവെന്ററീസ്. ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. സോ അതെന്താണ്? 500 ആണ്. ചെയിൻ ഇൻവെൻറ്ററീസ് 500 ആണ്. വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ് യൂസ്, അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തത് ബൈ ഫേം എ എത്ര? 5,000 മൈനസ് 5,000. സോ 10,500 മൈനസ് 5,000 ദാറ്റ് ഈസ് 5,500. ഇതാണ് എന്ത്? ഫേം എയുടെ, കാരണം 10,500 മൈനസ് 5,000 5,500. ഇനി അതുപോലെ ഗ്രോസ് വാല്യൂ ഓഫ് ഫേം ബി. ഫേം ബിയുടെ ഗ്രോസ് വാല്യൂ എങ്ങനെയാണ് എടുക്കുന്നത്? സെയിൽസ് ബൈ ഫേം ബി എത്രയാണ്? 20,000. ഓക്കെ, 20,000. പിന്നെ ചേഞ്ച് ഇൻ സ്റ്റോക്ക് ഓഫ് ഫേം ബി എന്താണ്? 2,000 ആണ്. 2,000 സ്റ്റോക്ക് കൂടി. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് ബി 6,000 ആണ്, അത് കുറച്ചു. അപ്പോൾ 22,000 മൈനസ് 6,000 ദാറ്റ് ഈസ് 16,000. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ എയും കിട്ടി, ഗ്രോസ് വാല്യൂ ആഡഡ് ബൈ ബിയും കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ജി ഡി പി എന്താണ്? ജി ഡി പി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഐ ഈസ് ഈക്വൽ ടു 1 to n ജി വി എ ഐ. എല്ലാ ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെയും സമ്മേഷനാണ്. ഇവിടെ ആകെ 2 എണ്ണേ ഉള്ളൂ. 5,500 പ്ലസ് 16,000 എന്ത് വരും? 21,500. ഇതാണ് നമ്മുടെ ജി ഡി പി. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ എന്തുണ്ട്? ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ടു മേക്ക് യു ഗൈസ് കൺഫ്യൂസ്. യു വിൽ ഹാവ് ടു ഹാവ് എ ക്ലിയർ ഐഡിയ അബൌട്ട് വാട്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ്. ഈ ഗ്രോസ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ ജി ഡി പി, ഈ ഗ്രോസ് മൂന്നിലും ഗ്രോസ് ഉണ്ട്. ഗ്രോസ് വാല്യൂ ആഡഡ് ആയിക്കോട്ടെ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മൂന്നിലും ഗ്രോസ് ഉണ്ട്. ഈ ഗ്രോസിൽ നമ്മൾ എന്താണ്? ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡ് ആയിരിക്കും. നിങ്ങളോട് ഇനി ഏതെങ്കിലും ഒരു നെറ്റിൻ്റെ സാധനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ചോദിച്ചു എന്ന് വിചാരിക്കുക. സപ്പോസ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ചോദിച്ചു, കാൽക്കുലേറ്റ് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ചോദിച്ചാൽ ഈ 21,500 1800 കുറയ്ക്കുക. അതാണ് നമ്മുടെ എന്ത്? ഈ 1800 കുറയ്ക്കുക. അപ്പോൾ 21,500 1800 കുറയ്ക്കുമ്പോൾ 19,700 നമുക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് നെറ്റ് കിട്ടി. ഈ നെറ്റ് കിട്ടണമെങ്കിൽ എന്താ? ഡിപ്രീസിയേഷനെ കൊണ്ട് കുറയ്ക്കലാണ്.
So that is what this thing. So try to do maximum problems. By solving problems, you will have to understand the idea of product method, income method, and what expenditure method. So now here we have used that product method. നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രോഡക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാനുള്ള ഓപ്ഷനേ നമുക്കുള്ളൂ, കാരണം വാല്യൂ ആഡഡും സെയിൽസും എല്ലാം നമുക്ക് തന്നത്. എക്സ്പെൻഡിച്ചർ ആയിരുന്നെങ്കിൽ എക്സ്പെൻഡിച്ചറിൻ്റെ ടേംസിൽ നമ്മൾ ചെയ്യണം. സോ ദിസ് ഇസ് ഹൗ വി ഡു ദിസ് പ്രോബ്ലം. സോ in this session we discussed about how GDP is a good measure of welfare or not. We have said that GDP is failing to incorporate the non-monetary exchanges in economy, and we said that GDP is not uniform, and also we said that GDP is also failing to incorporate the externalities in an economy. So and we also went on to do this problem. So by this we have come to an end of our second chapter, that is beautiful chapter, national income accounting. So in this chapter we started with asking a question that what makes a country richer or what makes countries poorer, and then we said that the production process or the flow of production makes the countries richer or poorer. Then we move on to discussing some key terms like what is final good, what is intermediate goods, etc. Then we move on to discuss about what is flow variable and what is stack variable, etc. Then we move on to discuss about how to calculate an income or to calculate the gross value of in goods produced in economy. Then we discussed about what this circular flow, where we had this goods market and in factors of productions market, etc. And we, by drawing this nice diagram, we have get to know that how it's in a circular flow. Then we discussed about three methods: income method, expenditure method, and product method. So get to that three methods is an important takeaway from this chapter. Then we discussed about factor price, market price, and basic price. What are the difference of this factor price, market price, and all. Then we try to introduce some of the key macroeconomic identities like NNP, GNP, GDP, etc., and the different permutation combination of GNP, GDP in factor cost, market price, and how to calculate GNP from GDP, how to calculate GDP from GNP. Then we discussed about what national income, personal income, and personal disposable income, etc. Then we try to have a comparison between what nominal GDP and real GDP, and we said that there is a ratio called GDP deflator. Then we discussed about consumer price index. We also had a comparison of study between consumer price index and GDP deflator. Then we move on to discuss what the welfare and GDP part, which we have discussed in this session. So guys, this chapter is very important. Try to put a maximum effort and earn good marks. Good luck.